നിങ്ങളെല്ലാവരും ആ ന്യൂസ് കേട്ടിട്ടുണ്ടാവും. കുറച്ച് മുന്നേ എനിക്ക് തോന്നുന്നു ഒരു മാസം മുന്നേ എങ്ങാനും തോന്നുന്നു പറമ്പിൽ കരിയിലയെല്ലാം ശേഖരിക്കുന്ന സമയത്ത് ഒരു പയ്യൻ മരിച്ച കാര്യം. അത് കേട്ട സമയത്ത് ഞാൻ വിചാരിച്ചത് എങ്ങോ നടക്കുന്ന കാര്യമല്ലേ, അത് നമ്മളെയൊന്നും ബാധിക്കില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ ഈ ഒരു കരിയില ശേഖരണം ഇങ്ങനെ നടത്തിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു കേട്ടോ. ആ പയ്യന് സംഭവിച്ചത് കരിയിലക്കിടയിൽ ഒരു അണലി ഉണ്ടായിരുന്നു. അപ്പോൾ അത് അറിഞ്ഞില്ല. അപ്പോൾ അത് വാരുന്നതിൻ്റെ ഇടയിലാണ് അണലി കൊത്തിയിട്ട് ആ കുട്ടി മരിച്ചത്. അപ്പോൾ അണലിയുടെ കാര്യം അറിയാലോ, ഏതാണ്ട് ഇതേ ഒരു നിറം തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല. പിന്നെ അണലിപ്പാമ്പ് മറ്റുള്ള പാമ്പുകളെ പോലെ പെട്ടെന്ന് അല്ലെങ്കിൽ സ്പീഡിൽ ഓടാനൊന്നും പറ്റില്ല. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ ഉപദ്രവിക്കുകയാണെങ്കിൽ വെച്ചാൽ അതിനൊരു എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ അത് കൊത്തുന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് ആരും തന്നെ ഈ ഒരു കരിഞ്ഞ ഇലകളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ മുകളിൽ കൂടി നടക്കാനോ അല്ലെങ്കിൽ അത് കൈകൊണ്ട് വാരാനോ ഒന്നും ശ്രമിക്കല്ലേ. കാരണം ഇത് ന്യൂസ് കേട്ടപ്പോൾ ഞാനും അതങ്ങ് വിട്ട് കളഞ്ഞതാണ്. കാരണം ഇവിടെ അങ്ങനെയൊന്നും വരില്ല എന്നുള്ളൊരു തോന്നലാണ്. പക്ഷേ ഇവിടെ ഒരു പാമ്പിനെ കണ്ടപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞ പേടിയായത്. അണലി എല്ലാം തോന്നുന്നു, വേറൊരു ചെറിയ പാമ്പാണ്. അപ്പം അടുത്ത വീട്ടിലെ ചേച്ചിയൊക്കെ പറഞ്ഞ അതൊരു വിഷമുള്ള ഇനാണെന്ന്. ആ സമയത്ത് തന്നെ നമ്മൾ മണ്ണെണ്ണയൊക്കെ അങ്ങ് പുറകിലേക്ക്, അതായത് അതിന് മുകളിലാകാതെ ആ ഭാഗത്തൊക്കെ അങ്ങ് ഒഴിച്ചിരുന്നു. അതങ്ങ് പോയിട്ടുണ്ടാവും. പക്ഷേ എന്നാലും എനിക്കിതൊന്നങ്ങ് തുടരാൻ നല്ല പേടി. കാരണം ശരിക്കും പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു വെക്കേഷൻ അല്ലേ, അതുകൊണ്ട് തന്നെ കുറേ നാളായി അടിച്ചു വാരിയതൊക്കെ ഇവിടെയാണ് ഇടുക. അപ്പോൾ ഈ വെക്കേഷൻ്റെ സമയത്ത് കരിയില കമ്പോസ്റ്റൊക്കെ ആക്കാമെന്നൊക്കെയുള്ള വിചാരത്തിലാണ് ഇതൊക്കെ ചെയ്ത് വെച്ചിരുന്നത്. പക്ഷേ പേടി തട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു പറ്റുന്നത് പോലെ ഇതെല്ലാം കമ്പോസ്റ്റ് ആക്കാം. അതായത് മുഴുവനായിട്ട് എനിക്ക് കളയാനും തോന്നുന്നില്ല. അപ്പോൾ കുറച്ചൊക്കെ എടുത്ത് കമ്പോസ്റ്റ് ആക്കാൻ എടുക്കാം, ബാക്കി അങ്ങ് ഒഴിവാക്കാൻ തന്നെ വിചാരിച്ചു. ഇത് ചെടികൾക്കും അതുപോലെ തന്നെ പച്ചക്കറികൾക്കൊക്കെ നല്ല വളമാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ, ചിലവൊന്നും ഇല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ, അങ്ങനെയായിരുന്നു ഇതൊക്കെ ചെയ്തത്. പക്ഷേ എന്താ ചെയ്യുക, പിന്നെ ഇതൊക്കെ സഞ്ചികളിൽ അല്ലെങ്കിൽ വലിയ ചാക്കിലൊക്കെ കെട്ടിയിട്ട് നമുക്ക് സൂക്ഷിക്കാം. എൻ്റെ കയ്യിൽ ചാക്കില്ലാത്തത് കൊണ്ട് തന്നെ അടുക്കള വേസ്റ്റ് ഇടാൻ ഇതുപോലുള്ള 2 സംവിധാനമുണ്ട്. അപ്പോൾ ഒന്നിൽ അടുക്കള വേസ്റ്റ് കുറച്ചേ ഉള്ളൂ, ഞങ്ങൾ പിന്നെ 3 പേരുടെ ഉള്ളൂ, അതുകൊണ്ട് തന്നെ വലിയ വേസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ബാക്കി ഇങ്ങനെ കാലിയായി കിടക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിലങ്ങ് ഇടാന്ന്. ഇത് അങ്ങനെ അങ്ങ് ഇട്ടാൽ പോരാ കേട്ടോ. ഇതിട്ടതിന് ശേഷം നമുക്ക് നമ്മുടെ ചാണകമില്ലേ, പച്ച ചാണകത്തിൻ്റെ വെള്ളമൊക്കെ അതിന് മുകളിൽ ഒഴിക്കണം. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് അടിച്ച് വരുമ്പോൾ ഇതിങ്ങനെ ശേഖരിക്കുക, അതുമാത്രമേ ഇപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിപ്പം എൻ്റെ കയ്യിലിപ്പോൾ ചാണകമൊന്നും, ഇവിടെ നമുക്ക് പശുവൊന്നും ഇല്ല, വീടിൻ്റെ അടുത്ത് നമുക്ക് ഏൽപ്പിക്കണം, അങ്ങനെ ചാണകമൊക്കെ സംഘടിപ്പിക്കണം. പക്ഷേ ഇതിപ്പം തൽക്കാലം ഞാൻ ഇതെല്ലാം കുറച്ച് ആവശ്യത്തിനുള്ളതെല്ലാം ഇവിടെ സൂക്ഷിക്കട്ടെ എന്ന് വിചാരിച്ചു. 2 തരം ഇലകളാണ് ഇതിലുള്ളത്, മാവിൻ്റെതും പിന്നെ നമ്മുടെ തേക്കില്ലേ, തേക്കിൻ്റെ കുറച്ച് വലുതാണ്, അത് ഇതിലിട്ടാൽ പെട്ടെന്ന് നിറഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ആ ഇലകളൊക്കെ ഒന്നങ്ങ് തീയിടാന്ന്. പാമ്പുകളെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അത്രയും ചൂടില്ലേ, നമുക്ക് തന്നെ ഇവിടെ ഇങ്ങനെ അകത്തൊന്നും നിൽക്കാൻ പറ്റുന്നില്ല. പിന്നെ മാളത്തിലൊന്നും അവർക്ക് നിൽക്കാൻ പറ്റാത്ത കാര്യം നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. പിന്നെ ഇവിടെയാണെങ്കിൽ നല്ല തണലുമാണ്, ഇവിടെ അപ്പുറത്ത് നല്ല മരങ്ങളൊക്കെ ഉണ്ട്. പിന്നെ 2 ദിവസമായിട്ട് മഴ പെയ്തിട്ടുണ്ട്. അത്യാവശ്യം അവിടെയുള്ള ആ ഒരു മുരിങ്ങയ്ക്കും പിന്നെ ചീരയ്ക്കൊക്കെ ഞാൻ നനക്കാറുണ്ട്. ചിലപ്പം ആ ഒരു നനവ് കൊണ്ടോ തണൽ കൊണ്ടോ അല്ലെങ്കിൽ ഒരു തണുപ്പുള്ളത് കൊണ്ടായിരിക്കാം ആ ഒരു പാമ്പിനെ ഇവിടെ കണ്ടത്. എന്തായാലും ഞാൻ എൻ്റെ വൃത്തിയാക്കൽ പണി അങ്ങ് തുടങ്ങി. അതേപോലെ അടിച്ചു വാരുമ്പോൾ നമ്മളെപ്പോഴും ഇതുപോലെയുള്ള കരിയിലയും അല്ലെങ്കിൽ അത്രയും ടെമ്പറേറ്റുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു വടി കൊണ്ട് കുത്തി ഇളക്കി മറിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ അടിച്ചു വാരാൻ പാടുള്ളൂ. കാരണം ഇതിനിടയിൽ എന്തെങ്കിലും പാമ്പോ ഇഴജീവികളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വടി നമ്മൾ ഇളക്കുമ്പോൾ ഉള്ള ആ ഒരു സൗണ്ട് കൊണ്ട് തന്നെ അതങ്ങ് നീങ്ങിക്കോളുമല്ലോ. അല്ലാതെ നമ്മൾ അങ്ങനെ അങ്ങ് വാരിയാൽ ചിലപ്പോൾ അവരങ്ങനെ, അതായത് ആ പാമ്പുകളെ അങ്ങനെ അങ്ങ് വാരിപ്പോയാൽ അവർ പേടിച്ചിട്ട് ചിലപ്പോൾ തിരിച്ച് നമ്മുടെ കൈക്കായിരിക്കും നമുക്ക് കടി കിട്ടുക. ഇതിപ്പം മുഴുവനായിട്ട് കരിയില ഇല്ല കേട്ടോ, നിറച്ചും മണ്ണ് തന്നെയാണ്. അതിൻ്റെ മുകളിലുള്ള കുറച്ച് ഭാഗം മാത്രമാണ് ഞാനിങ്ങനെ അടിച്ചു വാരി കൂട്ടിയത് മാത്രം ഇതിലേക്ക് ഇടുന്നത്. ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇതെല്ലാം ഒന്നങ്ങ് ക്ലീനായി കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും പച്ചക്കറി എങ്ങാനും ഇവിടെ നടാലോ. പിന്നെ അവിടെ വേറൊരു നമ്മുടെ ഇതില്ലേ ഡ്രാഗൺ ഫ്രൂട്ട്, അതും കൂടെ അവിടെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ കരിയിലയിൽ മൂടിയിട്ടുള്ളത്, അപ്പം അതിനും കൂടെ ഒന്ന് ശുദ്ധവായുവൊക്കെ കിട്ടട്ടെ. നിങ്ങളിൽ ആരെങ്കിലും സ്ഥിരമായിട്ട് ഇങ്ങനെ കരിയില കമ്പോസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന ആളാണെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ, ആ രീതി എങ്ങനെയാണെന്ന്. ചാണകവെള്ളം മാത്രം മുകളിൽ ഒഴിച്ചാൽ മതിയോ, അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും വേണോ ആവോ? ഇതാ ഞാൻ പറഞ്ഞത് ആ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈ, ഇതൊന്ന് ശരിയാക്കി എടുക്കണം. ഇവിടെ സ്ഥലം കുറവല്ലേ, അപ്പോൾ അതുകൊണ്ട് തീയിടാൻ വേണ്ടിയിട്ട് മുന്നേ ഒരു ഇരുമ്പിൻ്റെ ടിന്നുണ്ടായിരുന്നു. മുന്നേ വീഡിയോ കാണുന്നവർക്ക് അറിയാം. അത് യൂസ് ചെയ്ത് അതങ്ങ് തുരുമ്പ് പിടിച്ചു പോയി, ഹോളൊക്കെ വന്നു. അങ്ങനെ ഞാനത് ഒഴിവാക്കി. അത് നമ്മൾ വേസ്റ്റൊക്കെ എടുക്കാൻ വരുന്ന ചേട്ടനതങ്ങ് കൊടുത്തു. ഇപ്പം നമ്മൾ ആ ഒരു തെങ്ങ് കട്ട് ചെയ്തിട്ട് അവിടെ ഒരു ചെറിയൊരു ഭാഗമുണ്ട്, അവിടെ വെച്ചിട്ടാണ് തീയിടുന്നത്. കാരണം വീട്ടിൻ്റെ ചുറ്റും അത്രയല്ലേ സ്ഥലമേ ഉള്ളൂ, സ്ഥലം കുറഞ്ഞാൽ പിന്നെ വേറെ നിവൃത്തിയില്ലല്ലേ. ഇതാ ഞാൻ പറഞ്ഞത് ആ ഒരു സ്ഥലമില്ലേ, ഇത് ആദ്യം നമ്മുടെ തെങ്ങുണ്ടായിരുന്നു, തെങ്ങ് പോയപ്പോഴുള്ള ആ ഒരു ചെറിയൊരു സ്പേസിലാണ് ഇപ്പോൾ തീയിടുന്നത്.
തവരയില്ലേ, തക്കര എന്ന് പറയും. അത് ഈ ഭാഗത്ത് മുന്നേ ഉണ്ടായിരുന്നു മഴക്കാലത്ത്. അതിൻ്റെ വിത്ത് അവിടെ എല്ലാം ഉണ്ട്. ഇനിയിപ്പോൾ മഴ പെയ്താൽ മാത്രമേ അവിടെയൊക്കെ ഇങ്ങനെ പൊടിക്കൂ. ഇപ്പോൾ ഒരു ചെറിയൊരു മുട്ട പോലെ ആയിട്ടുണ്ട്. പിന്നെ പുല്ല് ഞാനിവിടെ എന്നും അടിച്ചു വരുന്നതുകൊണ്ട് പുല്ലൊന്നും അങ്ങനെ അങ്ങ് കിളിർക്കില്ല. ഇവിടെ വീട് മേലെ എടുക്കുന്നതിൻ്റെ മുന്നേ സൺഷെയ്ഡ് ഉണ്ടാവില്ലേ, ആ ഷെയ്ഡിൻ്റെ ഭാഗത്തൊക്കെ കയറിയിട്ട് വേനൽക്കാലം ആകുമ്പോൾ മഴയുടെ തൊട്ട് മുന്നേ എൻ്റെ പണിയായിരുന്നു അത്. കാരണം ഞാൻ ചൂലും എടുത്തിട്ട് അങ്ങനെ അങ്ങ് പോയിട്ട് അവിടെയൊക്കെ കരിയില ഉണ്ടാവും, അതെല്ലാം അടിച്ചു വാരി. പിന്നെ അതുപോലെ അവിടെ ഹോൾ ഉണ്ടാവില്ലേ, വെള്ളം താഴേക്ക് വീഴാണ്ട്, ആ ഹോളെല്ലാം ഇങ്ങനെ കമ്പെടുത്തിട്ട് ക്ലിയർ ചെയ്ത് അങ്ങനത്തെ പണിയൊക്കെ ചെയ്യായിരുന്നു. പക്ഷേ ഇപ്പം മുകളിലും കൂടെ എടുത്തത് കൊണ്ട് സൺഷെയ്ഡൊക്കെ ഇങ്ങനെ മാറ്റി പണിതു. അവിടെ അങ്ങ് ധൈര്യത്തിൽ അങ്ങ് കയറാൻ പറ്റില്ല. അതുകൊണ്ട് ആ പണിയൊന്നും ഇപ്പോൾ ചെയ്യില്ല. വീടിൻ്റെ മുന്നേയുള്ള പറമ്പോ മുന്നേയുള്ള ചുറ്റുമുള്ള പറമ്പും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കലും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. അല്ല, നിങ്ങളുടെ വീടും പറമ്പൊക്കെ എങ്ങനെയാണ്? ഒരുപാട് പറമ്പൊക്കെ ഉണ്ടെങ്കിൽ മഴയുടെ മുന്നേ നല്ല പണിയായിരിക്കില്ലേ അല്ലേ? ഇതൊക്കെ അങ്ങ് അടിച്ചു വാരി തീടുക എന്നൊക്കെ പറഞ്ഞാൽ നല്ല പണിയായിരിക്കും. പിന്നെ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. അതിൻ്റെ ഇടയിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ പേടിച്ചു കേട്ടോ. ഒരു ചെറിയ എന്തോ ഒരു കണ്ടിട്ട് ഞാൻ പാമ്പാന്നാണ് വിചാരിച്ച് നോക്കുമ്പോൾ അതൊരു ചെറിയൊരു വടിക്കഷ്ണമായിരുന്നു. എന്തോ ഒരു കമ്പായിരുന്നു. അതങ്ങ് എടുത്ത് മാറ്റിയതാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഫ്ലാറ്റിലൊക്കെ ആണെങ്കിൽ ഇതുപോലെയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും വേണ്ടല്ലോ, അത്രയും നമുക്ക് ഫ്രീ ആവുമല്ലോ. പക്ഷേ എനിക്ക് ഈ പറഞ്ഞ മാതിരി ഒരു 7.5 അത്ര സെൻറ്റ് സ്ഥലം മാത്രമേ ഉള്ളൂ. വീടിൻ്റെ ചുറ്റും വൃത്തിയാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും എല്ലാ ഭാഗവും ഇങ്ങനെ അടിച്ചു വാരി വൃത്തിയാക്കി വെക്കും. ഈ ഒരു ഏരിയ മാത്രമായിരുന്നു നമ്മുടെ കരിയില കൂട്ടം ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതും കൂടെ ഒന്നങ്ങ് ക്ലീൻ ചെയ്തു. ഇവിടെ നല്ല നന്നായിട്ട് ഞാനതങ്ങ് വൃത്തിയാക്കിയെടുത്തു. ഇനി എനിക്ക് ടെൻഷൻ അടിക്കാൻ കഴിയില്ല. ഇനിയിപ്പോൾ പാമ്പ് ഉണ്ടായാലും നമുക്ക് പെട്ടെന്ന് കാണുമല്ലോ. പിന്നെ എൻ്റെ ഒരു കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ, കുക്കിങ്ങിനേക്കാളും എനിക്കിഷ്ടം ക്ലീനിങ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ ആരും നിർബന്ധിച്ചിട്ടോ അല്ലെങ്കിൽ എനിക്ക് മടുപ്പുണ്ടാക്കുന്നതോ പണിയല്ല. ഇഷ്ടത്തോടെ ചെയ്യുന്നത് കൊണ്ട് ഭയങ്കര ഞാൻ ആസ്വദിക്കുന്നത് തന്നെയാണ്. വീടിൻ്റെ ഉള്ളിലാണെങ്കിലും പുറത്താണെങ്കിലും എപ്പോഴും അടിച്ചു വാരുക, തീയിടുക, പിന്നെ അകത്തൊക്കെ പൊടിയൊക്കെ മുട്ടുക, ഇതൊക്കെ ഞാനിങ്ങനെ നന്നായിട്ട് ആസ്വദിച്ച് ചെയ്യുന്ന പണിയാണ്. ഫുഡ് ഉണ്ടാക്കുന്നത് അത്രയ്ക്ക് ഇഷ്ടമില്ല, എന്നാലും നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അതും കൂടെ അങ്ങ് ചെയ്യുന്നു മാത്രം. ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ ഇത് പറഞ്ഞിരുന്നു. അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു, ചേച്ചി എനിക്കും അങ്ങനെയാണ്, ഫുഡ് ഉണ്ടാക്കുന്നതിനേക്കാളും ക്ലീനിങ്ങാണ് ഇഷ്ടമെന്ന്. നേരെ തിരിച്ചുള്ള ആൾക്കാരും ഉണ്ടാവും. ചിലർക്ക് കുക്കിംഗ് ആയിരിക്കും കൂടുതൽ ഇഷ്ടം അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, നമ്മളിപ്പം എല്ലാം അങ്ങ് ചെയ്യുന്നു, കൂട്ടത്തിൽ ഞാൻ ചെയ്യുന്നതൊക്കെ നിങ്ങളെ കാണിക്കുന്നു എന്ന് മാത്രം. പിന്നെ നമ്മുടെ ഇന്നത്തെ വിഷയം മറന്നു പോവണ്ട. വീടിൻ്റെ പറമ്പിലൊക്കെ അല്ലെങ്കിൽ ചുറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ എന്തെങ്കിലും ഇതുപോലെയുള്ള ഇലകളുടെ കൂട്ടമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണേ. അതുപോലെ തന്നെ വീടിനോട് ചേർന്നിട്ട് നമ്മളിപ്പം ഡംപ് ചെയ്യില്ലേ, എനിക്കും അങ്ങനെ പ്രശ്നമുണ്ട്. അതായത് ഇവിടെ ഇങ്ങനെ വിറക് പോരാ കൂടാന്ന് അറിയില്ലേ, അതൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്ലാസ്റ്റിക്കൊക്കെ ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ എല്ലാം കവറൊക്കെ ആണെങ്കിൽ കഴുകിയിട്ട് അതിങ്ങനെ തൂക്കിയിടും. എന്നിട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ അതൊക്കെ എടുത്തിട്ട് ഒരു കവറിലാക്കി കെട്ടിവെക്കും. അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കൊക്കെ വേസ്റ്റ് വേണ്ടാത്തൊക്കെ കവറിലാക്കി കെട്ടിവെച്ചിട്ട് വീടിനോട് ചേർത്തിട്ട് തന്നെയാണ് വെക്കുക. കാരണം വേറെ സ്ഥലമില്ല, മഴയും ഒന്നും തട്ടാതെ, നമുക്ക് വെള്ളമൊന്നും തട്ടാതെ നിൽക്കണമെങ്കിൽ ചേർത്ത് സൺഷെയ്ഡിൻ്റെ താഴെ തന്നെ വെക്കണ്ടേ. പക്ഷേ അങ്ങനെയുള്ള അതായത് എന്നെപ്പോലെയുള്ളവരൊക്കെ ഉണ്ടാകും. അവിടെയും നമ്മൾ എപ്പോഴും നമ്മുടെ ഒരു ശ്രദ്ധ ഉണ്ടായിരിക്കണം. ചൂടുകാലം ആയതുകൊണ്ട് തന്നെ തണുപ്പന്വേഷിച്ച് പാമ്പുകളൊക്കെ അഴിഞ്ഞ് പുറത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ കൂട്ടി വെക്കുന്ന സ്ഥലങ്ങളിലൊക്കെ അതിൻ്റെ ഇടയിലൊക്കെ അവറ്റകൾ വരും. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അത്രയ്ക്ക് ചൂടാണ്. പിന്നെ കാടുകളില്ല, അവർക്ക് ഇഷ്ടം പോലെ മാളം വയ്ക്കാൻ ഇടയില്ല. അപ്പം അവർ തണുപ്പ് അന്വേഷിച്ച് പുറത്ത് നടക്കും. അത് സ്വാഭാവികമാണ്. പക്ഷേ നമ്മുടെ സേഫ്റ്റി നമ്മളും നോക്കണം. പിന്നെ ഇവിടെ മുനിസിപ്പാലിറ്റിക്കാർ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. പക്ഷേ അത് മാസത്തിൽ ഒരു തവണയിലേ വരും. അതിൻ്റെ ഇടയിൽ വേസ്റ്റ് ഇങ്ങനെ കുന്നുകൂടിയിട്ട് നിൽക്കാനും പറ്റില്ല. നമുക്കെല്ലാം ഇങ്ങനെ കൂട്ടി വെക്കുകയും ചെയ്യണം. ഇവിടുത്തെ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്. അപ്പം എല്ലാവരും അവരവരുടെ വീടും പരിസരമൊക്കെ എപ്പോഴും വൃത്തിയാക്കിയിട്ട് ഇരിക്കുന്നുണ്ടാവും എനിക്കറിയാം. ഇതിനേക്കാളും നല്ല നീറ്റാക്കി വെക്കുന്നവരായിരിക്കും നിങ്ങൾ ഓരോരുത്തരും. അപ്പോൾ എൻ്റെ ഈ ഒരു കുഞ്ഞു വീഡിയോയിലൂടെ എന്തെങ്കിലും നിങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മോട്ടിവേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒന്നുമില്ലേ ചൂലെടുത്ത് ഇറങ്ങി നടക്കാനോ തോന്നിയിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും വിട്ടുപോലെ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അതും കൂടെ കമൻസായിട്ട് അറിയിക്കുകയും ചെയ്യണേ. പിന്നെ മക്കളെല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടാവുമല്ലോ, വെക്കേഷനല്ലേ. എല്ലാവരുടെ അടുത്തും സ്ഥിരമായിട്ട് നമ്മൾ കാണുന്നവരടുത്തൊക്കെ കുഞ്ഞുമക്കളുടെ അടുത്തൊക്കെ അന്വേഷിച്ചായിട്ട് പറയണേ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ. സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുവാണേ. താങ്ക്